ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ പലപ്പോഴായിട്ട് അല്ലെങ്കിൽ എന്നോട് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ്, സെറ്റ് എക്സാം അടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. 2025 ജൂലൈയിലെ സെറ്റ് കെമിസ്ട്രിയുടെ മുഴുവൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ വെറുതെ ഓപ്ഷൻ കീസ് പറഞ്ഞു പോവുകയല്ല, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നെ സോൾവ് ചെയ്ത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും, നോക്കിക്കോളൂ. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കുക, കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ് അല്ലേ. ദ നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ഇൻ ദി സെൻട്രൽ ആറ്റം ഓഫ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ഓഫ് ClF3 ആൻഡ് IF5 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ClF3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജോമെട്രിയും ഷേപ്പും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, അതൊന്നും നമ്മൾ പറയുന്നില്ല. ClF3 എന്ന് പറഞ്ഞാൽ T ഷേപ്പ് മോളിക്യൂളാണല്ലേ. അപ്പോൾ 2 ലോൺ പെയേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക അല്ലേ. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്നതാണ് അല്ലേ. 7 വാലൻസ് ഇലക്ട്രോൺസ് ആണല്ലേ. ലൈക്ക് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 17 എന്ന് പറയുമ്പോൾ 287. ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ ഒരു ബോണ്ട് പെയർ, 2 ബോണ്ട് പെയർ അല്ലേ. ഓരോ ഇലക്ട്രോൺ ഇവിടെ ഷെയർ ചെയ്തു അല്ലേ. ക്ലോറിൻ്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ, ഒരു ഇലക്ട്രോൺ ഇവിടെ, മൂന്നാമത്തെ ഇലക്ട്രോൺ ഇവിടെ. അപ്പോൾ എന്തായിരിക്കും? ബാക്കിയുള്ള 4 ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ലോൺ പെയർ ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ആറ്റം ക്ലോറിനിൽ 2. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി, ഓപ്ഷൻ സി അല്ലേ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി IF5 ആകുമ്പോൾ സിംപ്ലി IF5 എന്ന് പറയുമ്പോൾ എഗെയിൻ ഹാലജൻ കോമ്പൗണ്ട് ആണല്ലേ. വാലൻസ് ഇലക്ട്രോൺ 7 ആയിരിക്കും. സിംപ്ലി ഷേപ്പും ജോമെട്രി ഒന്നും അറിയണ്ട, നിങ്ങൾ സിംപ്ലി ഇങ്ങനെ എഴുതിക്കോളൂ. 1 2 3 4 5. ഓക്കെ, സിംപ്ലി നിങ്ങൾ എഴുതുക. എന്തായിരിക്കും? നോക്കിയോ, 1 2 3 4 5. 5 ഇലക്ട്രോൺ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായിരിക്കും? ഒരു ലോൺ പെയറും കൂടെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? 2 and 1. ഇത്രയേ ഉള്ളൂ കാര്യം. ഓപ്ഷൻ സി. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, നിങ്ങൾ കടന്നു പോവുക. ഓക്കെ, രണ്ടാമത്തത് അഗെയിൻ ഏതാണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അല്ലേ. കോർഡിനേഷൻ കോമ്പൗണ്ട് അഗെയിൻ വളരെയധികം ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് എന്ത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ നോക്കുക, എന്താ ചോദിച്ചിരിക്കുന്നത്? ദ നിക്കൽ കോംപ്ലക്സ്, എല്ലാം തന്നെ നിക്കൽ കോംപ്ലക്സ് ആണ്, ഒരു കുഴപ്പമില്ല. അബ്സോർബ്സ് ലൈറ്റ് ഓഫ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ഓക്കെ, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് അബ്സോർബ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം. എനിക്കിങ്ങനെ എഴുതിക്കൂടെ, ഡെൽറ്റ ഈസ് ഈക്വൽ ടു Hν എന്ന് എനിക്ക് എഴുതാമല്ലോ. ഈ ന്യൂനെ എനിക്ക് C/λ എന്നും എഴുതാൻ പറ്റും. ഓക്കെ, C/λ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്ത്, അതായത് ലാംഡ വളരെ കുറവാണ്. അപ്പോൾ ഈ എനർജി ഡിഫറൻസ് എന്താണ്? ഡെൽറ്റ ഇ ഹയർ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, ഹയർ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ആർക്കാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്ത്? ഈ കോംപ്ലക്സിന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് കാര്യം. ഇവിടെയുള്ള ലിഗാൻസ് നിങ്ങൾ നോക്കുക. ഓക്കെ, എത്തിലീൻ ഡയമൈൻ EN ആണ് കൊടുത്തിരിക്കുന്നത്, CN ആണ് അമോണിയ, വാട്ടർ. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ട മക്കളെ? ഇവിടെ സ്പ്ലിറ്റിംഗ് എനർജിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, T2G EG എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് സ്പ്ലിറ്റ് ചെയ്യുക? സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് എന്ത് ചെയ്യും? ഗ്രേറ്റർ എമൗണ്ടിൽ സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. സ്പ്ലിറ്റിംഗ് ഡെൽറ്റ ഇ എന്തായിരിക്കും? ഹയർ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ. അങ്ങനെ ഡെൽറ്റ ഇ ഹയർ ആണെങ്കിൽ ലാംഡ എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ആരാണ് ഇവിടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്? അല്ലെങ്കിൽ ഇവരുടെ ലിഗാൻഡിൻ്റെ കെമിക്കൽ സീരീസ് ഓഫ് ലിഗാൻഡ് അല്ലേ. ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത്ത് വെച്ചിട്ടുള്ള സീരീസ്, ലിഗാൻഡ്
ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അല്ലേ, ഈ സ്പെക്ട്രോകെമിക്കൽ സീരീസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? യെസ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. പിന്നെ ആരൊക്കെയാണുള്ളത്? യെസ്, ഇവിടെ നോക്കിയേ, യെസ്, എത്തിലീൻ ഡയമൈൻ ഉണ്ട്, അതേപോലെ അമോണിയ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും അമോണിയ EN, ഇവിടെ എന്താണ് CN- നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. CN- കാർബണയിലൊക്കെ എന്താണ്? യെസ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CN- എന്തായിരിക്കും? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്പ്ലിറ്റിംഗ് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. നമ്മുടെ D2G EG ഒക്കെ തമ്മിലുള്ള സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലായിരിക്കും. എനർജി കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് എന്തായിരിക്കും? ഷോർട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിംപ്ലി വി വിൽ ഗെറ്റ് വോട്ട്? യെസ്, ഓപ്ഷൻ B ആസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ B എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും അല്ലേ. യെസ്, ഇനി ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് യെസ് അടുത്തത് D&F ബ്ലോക്കിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. D&F ബ്ലോക്ക്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? അസേർഷൻ റീസൺ എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, അസേർഷൻ റീസൺ. അപ്പോൾ സെർട്ടൈൻ ലാന്തനൈഡ് കോമ്പൗണ്ട്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഷിഫ്റ്റ് റിയേജൻസ്. ഓക്കെ, യെസ്, അപ്പോൾ ലാന്തനൈഡ് കോമ്പൗണ്ട്സ് ഷിഫ്റ്റ് റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, കെമിക്കൽ ഷിഫ്റ്റ് കാണിക്കുന്ന റിയേജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആവുന്നത്. ഏതൊക്കെയാണ്? യുറേപ്പിയം FOD ത്രൈസ്, ഓക്കെ, ആൻഡ് അതേപോലെ ഇറ്റേർബിയം FOD ത്രൈസ്. ഓക്കെ, ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, ഇവരുടെ കയ്യിൽ എന്തുണ്ടാകും? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാകും. എന്തുണ്ടാകും? അൺപെയർഡ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാകും? സ്ട്രോങ്ങർ ആയിട്ടുള്ള പാരാമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. സ്ട്രോങ്ങർ പാരാമാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇവരെന്ത് ചെയ്യും? ദീസ് പീപ്പിൾ ഇൻറ്ററാക്ട് വിത്ത്, ഓക്കെ, ഈ കോമ്പൗണ്ട്സ് ഇൻറ്ററാക്ട് വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് ചേഞ്ച് ദി, കാരണം ഇവരുടെ കയ്യിൽ എന്തുണ്ട്? ഈസ് പാരാമാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് ചേഞ്ച് ദി യെസ് ലോക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തായിരിക്കും? യെസ്, ഹെൻസ് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്തായിരിക്കും? യെസ്, ഡെൽറ്റ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഹെൻസ് കെമിക്കൽ ഷിഫ്റ്റ്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണെടാ? നമ്മുടെ കെമിക്കൽ ഷിഫ്റ്റ്. ഓക്കെ, എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അതാണ് ഈ പറയുന്നത്. ഓക്കെ, ദ സെർട്ടൻ ലാന്തനൈഡ് കോമ്പൗണ്ട്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഷിഫ്റ്റ് റിയേജൻസ്. അത് കറക്റ്റ് ആണ് അല്ലേ. ഇനി എന്താ പറയുന്നത്? ദീസ് കോംപ്ലക്സ് ആൾട്ടർ ദ കെമിക്കൽ ഷിഫ്റ്റ് ഓഫ് NMR സിഗ്നൽസ്. ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. ഇവർക്ക് സ്ട്രോങ്ങർ ഫീൽഡ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ദിസ് ഇൻറ്ററാക്ട് വിത്ത് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് R ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് വോട്ട് A എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. കാരണം എന്താണ്? സിമ്പിൾ ആണല്ലേ. എന്തുകൊണ്ടാണ് ഷിഫ്റ്റ് റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ദീസ് കോംപ്ലക്സ് ആൾട്ടർ ദ കെമിക്കൽ ഷിഫ്റ്റ് ഓഫ് NMR സിഗ്നൽസ്. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ A, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് R ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. D&F നിന്നുള്ള ഒരു ചോദ്യം. അടുത്ത ചോദ്യം നോക്കിയാൽ നിങ്ങൾ എഗെയിൻ ഇവിടെ നിന്നാണ്. യെസ്, നമ്മുടെ കോർഡിനേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് among the following is listed wrongly എന്നാണ് ചോദിച്ചിരിക്കുന്നത്. MnH2O6 അല്ലേ. അപ്പോൾ നമുക്കറിയാം H2O വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് അല്ലേ. യെസ്, Mn2+ ആണ്. അപ്പോൾ എന്തായിരിക്കും? D5. ഓക്കെ, വാട്ടർ എന്താണ്? യെസ്, ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, D5 എന്ന് പറയുമ്പോൾ പെയറിംഗ് അപ്പോൾ നടക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ 1 2 3 4 ആൻഡ് ദെൻ 5. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? പിന്നീട് ഇവിടെ എന്തായിരിക്കും? S ഉണ്ടാകും, P ഉണ്ടാകും അല്ലേ. S ഉണ്ടാകും, P ഉണ്ടാകും ആൻഡ് വോട്ട് D. ആൻഡ് വി വിൽ ഹാവ് വോട്ട്? യെസ്, D ആസ് വെൽ. ഓക്കെ, യെസ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? 6 ലിഗാൻസ് ആണുള്ളത്. അപ്പോൾ വേക്കൻ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലേ. sp3d2. ഓക്കെ, 6 ആണെങ്കിൽ 6 ലിഗാൻസ് ആണുള്ളത്. സ്വാഭാവികമായിട്ട് ഒക്ടാഹെഡ്രലായിരിക്കും. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഹൈ സ്പിൻ ആയിരിക്കും. ഓക്കെ, എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്? 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. കറക്റ്റ് ആണ് അല്ലേ. യെസ്, NiCN4 - നമുക്കറിയാം അല്ലേ. Ni2+ ആയിരിക്കും അല്ലേ. യെസ്, Ni2+ എന്ന് പറയുമ്പോൾ D8. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. CN- സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. പെയറിംഗ് അപ്പ് നടക്കും എന്ന് നമുക്ക് അറിയാം
അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും? D8 എന്ന് പറയുമ്പോൾ യെസ്, ഓക്കെ, എന്തായിരിക്കും? ഓക്കെ, യെസ്, D8 എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, സിംപ്ലി 8 ഇലക്ട്രോൺ, 2 4 6 8 അല്ലേ? യെസ്, പിന്നെന്തായിരിക്കും? ഓക്കെ, യെസ് ആൻഡ് വോട്ട്, യെസ്, ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ 3D, ഇത് 4s, ഇത് 4p. ഓക്കെ, ഇത് ഇതേപോലെ എഴുതാം അല്ലേ? 3D 4s 4p 4d. ഓക്കെ, അപ്പോൾ 4 ലിഗാൻസ് ആണുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇതെന്തായിരിക്കും? DsP2. ഓക്കെ, ഡി ഓർബിറ്റൽ എന്താണ്? വേക്കൻ്റ് ആണ്, കാരണം CN- പെയറിംഗ് അപ്പ് നടക്കും. DsP2. യെസ്, അപ്പോൾ സ്ക്വയർ പ്ലാനാർ, ലോ സ്പിൻ, നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ്. നിങ്ങൾക്ക് കിട്ടി, ആൻസർ കിട്ടി അല്ലേ? യെസ്. ഇനി PtCl4 എഗെയിൻ ഇവിടെയാണ് കാര്യമുള്ളത്. PtCl4 ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം. മക്കളെ, ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ എന്താണ് കാര്യം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് 3D സീരീസ് എലമെൻ്റ് ആയിരുന്നു, ഇത് 4D ആണ്, 5D ആണ്. ഓക്കെ, അപ്പോൾ ഈ 4D 5D സീരീസ് എലമെൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ കൂടെ യെസ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആക്ട് ആസ് വോട്ട്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. അതായത് Cl- എന്തായിട്ട് ആക്ട് ചെയ്യും? യെസ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടാണ് മക്കളെ ആക്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? യെസ്, 4D 5D സീരീസ് മെറ്റലിൻ്റെ കൂടെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? നോക്കി നിങ്ങൾ. യെസ്, ഇവിടെ നിക്കലിനെ പോലെ തന്നെയാണല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? D8 കോൺഫിഗറേഷൻ ആയിരിക്കും. അപ്പോൾ D8 കോൺഫിഗറേഷൻ എക്സാക്ട്ലി നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. എന്തായിരിക്കും D8 കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ? യെസ്, അപ്പോൾ 1 2 3 4 5 6 and 7 8. ഓക്കെ, ഇനി എന്തായിരിക്കും? യെസ്, DS. ഓക്കെ, എഗെയിൻ ഇവിടെ എന്ത് വരും? DsP2. ഓക്കെ, DsP2 സ്ക്വയർ പ്ലാനാർ അല്ലേ? എന്തായിരിക്കും? ഇവിടെ നോക്കി, സ്ക്വയർ പ്ലാനാർ, ലോ സ്പിന്ന്, നോ അൺപെയ്ഡ് ഇലക്ട്രോൺ. ഓക്കെ, അതേസമയം COF63 ഓക്കെ, ഇവിടെയാണ് കാര്യം അല്ലേ? COF63 ഇവിടെ എന്താണ്? കൊബാൾട്ട് 3+. ഇവിടെ ഫ്ലൂറിൻ എന്താണ്? ഫ്ലൂറിൻ ഈസ് ആക്ച്വലി എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ഓക്കെ, CO3+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ 4s2 3d7. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? 3d6. ഓക്കെ, 3d6. അപ്പോൾ 3d6 ആകുമ്പോൾ എങ്ങനെയായിരിക്കും? സിംപ്ലി 1 2 3 4 5 and then what? 6. Okay, so this is your 3D. Now you will have 4s and 4p. പിന്നെ എന്തുണ്ടാവും? 4D. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാകുക അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? യെസ്, sp3d2. sp3d2. ലോ സ്പിൻ ആണോ ഹൈ സ്പിൻ ആണോ? പെയറിംഗ് അപ്പ് നടക്കുന്നുണ്ടോ? ഇല്ല, നോ പെയറിംഗ് അപ്പ്. നോ പെയറിംഗ് അപ്പ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടെ? യെസ്, ദിസ് ഈസ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്, ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? യെസ്, പക്ഷേ അതൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. യെസ്, അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒക്ടാഹെഡ്രൽ ആണോ? ഒക്ടാഹെഡ്രൽ ആണ്. ലോ സ്പിൻ ആണോ? അല്ല, എന്താണ്? ഹൈ സ്പിൻ. ഓക്കെ, 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണോ? അല്ല, എത്രയാണ്? 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ ദിസ് ഈസ് 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ റോങ്ലി മാച്ച്ഡ് ഏതാണ്? ഓപ്ഷൻ ഡി. റൈറ്റ്, സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ദ നെയിം ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അഗെയിൻ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് അത്രയും എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദിക്കുന്നുണ്ട് അല്ലേ? VBT, CFT, അതേപോലെ നോമൻക്ലേച്ചർ, ഇതൊക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ലിഥിയം CrOH4. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയടാ, ഇതെന്തായിരിക്കും? ഇത് +1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്കിൽ ഈ കോംപ്ലക്സിൻ്റെ ചാർജ് എന്തായിരിക്കും? -1 അല്ലേ? അപ്പോൾ OH- എന്താണ്? ചാർജ് എത്രയാണ്? -1. അപ്പോൾ ക്രോമിയത്തിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. യെസ്, X + 4 × OH- എത്രയാണ്? യെസ്, -1 = -1. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? പ്ലസ്, അതായത് +3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായി? ക്രോമിയത്തിൻ്റെത് നമ്മൾ കണ്ടുപിടിച്ചു, എന്താണ്? +3.
അപ്പോൾ നമുക്കറിയാം നോമൻക്ലേച്ചറിൽ കാറ്റയോൺ ആദ്യം എഴുതണം അല്ലേ, ഫസ്റ്റ് കാറ്റയോൺ ദെൻ ആനയോൺ. അപ്പോൾ നോക്കിയേ ലിത്തിയം. ഓക്കെ, എത്ര ഹൈഡ്രോക്സിയാണ്? യെസ് 4 അല്ലേ. അപ്പോൾ ടെട്രാ. ഓക്കെ, ഹൈഡ്രോക്സോ. യെസ്, ഇതിൻ്റെ നെയിം നമുക്കറിയണം. OH എങ്ങനെയാണ് നമ്മൾ വിളിക്കുക? യെസ്, ഹൈഡ്രോക്സോ. ഓക്കെ, ആനയോണിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലാറ്റിനം ആണെങ്കിൽ പ്ലാറ്റിനേറ്റ്, കൊബാൾട്ട് ആണെങ്കിൽ കൊബാൾട്ടേറ്റ്, AT ചേർത്ത് എഴുതും അല്ലേ. അപ്പോൾ ഇതെന്ത് എഴുതൂടാ? ക്രോമേറ്റ് 3 അല്ലേ, ഓക്സിഡേഷൻ നമ്പർ 3. അപ്പോൾ ഇതേപോലെ എഴുതാനുള്ളത് ലിത്തിയം ടെട്രാഹൈഡ്രോക്സോ ക്രോമേറ്റ് 3. ഓക്കെ, ലിത്തിയം ടെട്രാഹൈഡ്രോക്സോ ക്രോമേറ്റ് 3, ഓപ്ഷൻ സി. ഓക്കെ, ടെട്രാഹൈഡ്രിഡോ തെറ്റാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ടെട്രാഹൈഡ്രോക്സോ ക്രോമിയം അല്ല, ക്രോമിയം എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? തെറ്റാണ് അല്ലേ. ഈ ഒരു കാര്യം അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, ഓപ്ഷൻ സി. ഇത്രയും നിങ്ങൾ നോക്കണം, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒക്കെ എന്താണ്? ഇനോർഗാനിക് തന്നെയാണ്. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും അല്ലേ. ഇനി ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ വെക്കർ പ്രോസസ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വെക്കർ പ്രോസസ്സ്? അത് അറിഞ്ഞിരിക്കണം അല്ലേ. വെക്കർ പ്രോസസ്സ് എപ്പോഴും ചോദിക്കുന്ന, സെറ്റ് എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വെക്കർ പ്രോസസ്സ്. എന്താണ്? എത്തിലീനിനെ ഓക്കെ അസെറ്റാൽഡിഹൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, വെക്കർ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അസെറ്റാൽഡിഹൈഡ് അല്ലേ, അസെറ്റാൽഡിഹൈഡ്. നൗ എന്തായിരുന്നു നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? പലേഡിയം ക്ലോറൈഡ്, PdCl2. ഓക്കെ, ദിസ് ഈസ് യുവർ കാറ്റലിസ്റ്റ്. ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം കൂടെ ചോദിച്ചേക്കാം നിങ്ങളോട്. കോ കാറ്റലിസ്റ്റ് എന്തായിരുന്നു? CuCl2. ഓക്കെ, കുപ്രസ് ക്ലോറൈഡ്. ഓക്കെ, ഇതും നിങ്ങളോട് ചോദിച്ചേക്കാം. എന്തായിരുന്നു കോ കാറ്റലിസ്റ്റ് വെക്കർ പ്രോസസ്സിൽ? അപ്പോൾ ഇവിടെ കാറ്റലിസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സിംപ്ലി ദാറ്റ് ഈസ് ഓപ്ഷൻ സി, PdCl2, പലേഡിയം ക്ലോറൈഡ്. ഓക്കെ, നൗ വിച്ച് എമംഗ് ദ ഫോളോയിങ് കണ്ടെയ്ൻ എ കാർബണൈൽ ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. യെസ്, അപ്പോൾ ഈ റിയേജൻസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയണം അല്ലേ. അപ്പോൾ വാസ്കാസ് കോംപ്ലക്സ് എന്താണ്? യെസ്, IR ഇറിഡിയം ആണ് അല്ലേ. യെസ്, ഇറിഡിയം PPH3 ട്വൈസ്. ഓക്കെ, COCl. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തുണ്ട് മക്കളെ? യെസ്, ഒരു കാർബണൈലുണ്ട്. പെട്ടെന്ന് തന്നെ ആൻസർ എഴുതരുത്, കാരണം കോൾമാൻസ് റിയേജൻ്റ് ഉണ്ട്. യെസ്, അപ്പോൾ കോൾമാൻസ് റിയേജൻറ്റിനെ പറ്റിയും നമുക്ക് അറിഞ്ഞിരിക്കണം. കോൾമാൻസ് റിയേജൻറ്റ് ഓക്കെ എന്താണ്? Na2. ഓക്കെ, FeCO4. 4 കാർബണൈലുണ്ട്. വിച്ച് മീൻസ് ഇവിടെയും എന്തുണ്ട്? യെസ്, കാർബണൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് എന്താണ്? RH റോഡിയമാണ്. ഇതൊക്കെ ചോദിച്ചേക്കാം. ഏത് മെറ്റലാണുള്ളത് എന്നൊക്കെ ചോദിച്ചേക്കാം. RH PPH3 3Cl. ഇവിടെ കാർബണൈലില്ല. അപ്പോൾ ഏതൊക്കെയാണ്? വാസ്കാസ് കോംപ്ലക്സിലും ഉണ്ട്, അതേപോലെ കോൾമാൻസ് റിയേജൻറ്റിലും ഉണ്ട്. ബോത്ത് A and B, ഓപ്ഷൻ D നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, എട്ടാമത്തത് ഈസ് അഗെയിൻ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് അല്ലെ, ബയോ ഇനോർഗാനിക്. മെങ്കസ് സിൻഡ്രോം ഏത് മെറ്റലിൻ്റെ ഡെഫിഷ്യൻസിയാണ്? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോപ്പർ അല്ലേ. കൊബാൾട്ട് ഏതാണ്? ഏത് ഡിസീസാണ്? മോളിബ്ഡിനം ഏതാണ്? സിങ്ക് ഏതാണ്? ഇത് നിങ്ങൾക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മെങ്കസ് ഡിസീസ് X ലിങ്ക്ഡ് റെസസീവ് ആയിട്ടുള്ള കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് അല്ലേ. യെസ്, അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ സ്ട്രക്ചേഴ്സും അതേപോലെ ഫെയിലിയർ ടു ത്രൈവ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, വളരെ ഹാംഫുൾ ആയിട്ടുള്ളൊരു ഡിസീസസ് ആണ്. ഓക്കെ, 8. ഇനി വിച്ച് among the is false regarding hemoglobin and myoglobin എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ബോത്ത് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ ആർ ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീൻസ് അല്ലേ. കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഹീമോഗ്ലോബിൻ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ഓക്സിജൻ ഫ്രം ലങ്സ് ടു ടിഷ്യൂസ്. ഇതാണ് ഹീമോഗ്ലോബിൻ ചെയ്യുന്നത്. വാട്ട് ഈസ് മയോഗ്ലോബിൻ ഡസ്? മയോഗ്ലോബിൻ സ്റ്റോഴ്സ് ഓക്സിജൻ ഇൻ ടിഷ്യൂസ് അല്ലേ. അപ്പോൾ ഇവരിങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ഓക്സിജൻ എന്ത് ചെയ്യണം? ബൈൻഡ് ചെയ്യണം. ഓക്കെ,
ദ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 4 times ദാറ്റ് ഓഫ് മയോഗ്ലോബിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ 1 unit ഓഫ് ഹീമാണ് പ്രസൻ്റ് ആയിരിക്കുക അല്ലേ. അതേസമയം ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാലോ ടെട്രാമർ ആണ് അല്ലേ, ടെട്രാമർ ഓഫ് പോളിപെപ്റ്റൈഡ്, അതായത് 4 unit ഓഫ് ഹീം പ്രസൻ്റ് ആയിരിക്കും. വിച്ച് മീൻസ് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് മോളിക്കുലാർ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ എന്തായിരിക്കും, ഹീമോഗ്ലോബിൻ ഇസ് ആക്ച്വലി 4 times ഓഫ് വോട്ട് മയോഗ്ലോബിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും പറയാൻ പറ്റും. ദ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ ഇസ് അപ്രോക്സിമേറ്റ്ലി 4 times ദാറ്റ് ഓഫ് മയോഗ്ലോബിൻ. ഓക്കെ, ഇനി ഹീമോഗ്ലോബിൻ ഇസ് ഫൗണ്ട് ഇൻ ബ്ലഡ് സ്ട്രീമിൽ തന്നെയായിരിക്കും അല്ലേ, കാരണം ലങ്സിൽ നിന്ന് ടിഷ്യൂസിലേക്ക് കൊണ്ടുപോവുകയാണ് ബ്ലഡിലൂടെ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കറക്റ്റാണ്. വൈൽ മയോഗ്ലോബിൻ ഇസ് ഫൗണ്ട് ഇൻ മസിൽസ്, കാരണം എന്താണ്, ഇറ്റ് സ്റ്റോർസ് ഓക്സിജൻ ഇൻ ടിഷ്യൂസ്, മസിൽസിലാണ് അല്ലേ. യെസ്, ഇനി ബോത്ത് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ എക്സിബിറ്റ് കോപ്പറേറ്റീവ് ബൈൻഡിങ് വിത്ത് ഓക്സിജൻ. കറക്റ്റ് ആണോ? അല്ല മക്കളെ, ഇവിടെ എന്താണ്, യെസ്, ഹീമോഗ്ലോബിൻ കോപ്പറേറ്റീവ് എഫക്റ്റ് കാണിക്കും. ഹീമോഗ്ലോബിൻ ഷോസ് വോട്ട് കോപ്പറേറ്റീവ് എഫക്റ്റ് ഓക്കെ, ബിക്കോസ് ഓഫ് ഇറ്റ് ടെട്രാമർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, ഇവരുടെ കർവ് എന്ന് പറയുന്നത് സിഗ്മോയിഡൽ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവരുടെ കർവ് എന്താണ്, സിഗ്മോയിഡലാണ്. അതേസമയം നിങ്ങൾ നോക്കിയേ മയോഗ്ലോബിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവരുടെ കർവ് എന്താ, ഹൈപ്പർബോളിക്. ഓക്കെ, മയോഗ്ലോബിൻ ഡു നോട്ട് ഷോ യെസ് കോപ്പറേറ്റീവ് എഫക്റ്റ്. ഓക്കെ, യെസ്, അപ്പോൾ ഓപ്ഷൻ സി എന്താണ്, ഫോൾസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, യെസ്, അപ്പോൾ അതായിരിക്കും കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 10, ദ എക്സ്പാൻഷൻ ഓഫ് ഇൻഫേമസ് ഡ്രഗ് MDMA അല്ലേ. കേരളത്തിൽ യുവാക്കൾ ഒരുപാട് യൂസ് ചെയ്ത് വരുന്ന ഒരു വിപത്തായിട്ടുള്ള ഒരു ഡ്രഗാണ് അല്ലേ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും MDMA എന്ന് പറയുന്നത്. ആൻഡ് ദി ആൻസർ ഈസ് ഓപ്ഷൻ എ, 3,4-methylene dioxymethamphetamine. ഓക്കെ, സോ ഇതാണ് സ്ട്രക്ചർ. ഇതൊന്ന് ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. ഇങ്ങനെ ഒരു ബെൻസിൻ റിംഗ് ഒക്കെ ഉണ്ട്, പിന്നീട് ഇങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. മേ ബി സ്ട്രക്ചർ ചോദിച്ചേക്കാം MDMA അല്ലേ. യെസ്, now question number 11. Okay, all cis-aniline obey 4n+2 rule but is not aromatic because it is too strained when planar. Okay, അപ്പോൾ ഇവിടെ ട്രാൻസ് ഹൈഡ്രജൻ്റെ റിപ്പൾഷൻ അല്ലേ, ട്രാൻസ് ഹൈഡ്രജൻ്റെ റിപ്പൾഷൻ കാരണം 10 അനുലീനിൽ എന്തായിരിക്കും, നോൺ പ്ലാനർ ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് നോൺ പ്ലാനർ. അപ്പോൾ ഇതെന്താണ്, കറക്റ്റാണ്. ഇനി 18 അനുലീൻ ഒബൈസ് 4n+2 rule and is planar and aromatic. Okay, that is correct. 18 pi electron, 18 അനുലീൻ, അത് കറക്റ്റാണ്. അതേപോലെ 20 അനുലീൻ എന്താണ്, യെസ് 4n ഇലക്ട്രോൺ ഉണ്ട് അല്ലേ, ഇതാണ് 20 അനുലീൻ. ഓക്കെ, അപ്പോൾ 5 into 4n ഇലക്ട്രോൺസ് അല്ലേ, യെസ് സോറി ഫോർ ദിസ് 4n ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്തായിരിക്കണം, 4 into 5 ആൻറ്റി അരോമാറ്റിക് ആയിരിക്കണം. പക്ഷേ ഇവിടെ എന്താണ്, ഇസ് നോട്ട് പ്ലാനർ ആൻഡ് നോട്ട് അരോമാറ്റിക്. അഗെയിൻ ഇവിടെയുള്ള ഹൈഡ്രജൻസിൻ്റെ റിപ്പൾഷൻ കാരണം അല്ലേ, യെസ് ഇവിടെയുള്ള ഹൈഡ്രജൻസിൻ്റെ റിപ്പൾഷൻ കാരണം ഇവിടെ എന്തായിരിക്കും ഇവിടെ, യെസ് ഇതെന്തായിരിക്കും, നോട്ട് പ്ലാനർ. ഓക്കെ, നോട്ട് പ്ലാനർ. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും, നോൺ അരോമാറ്റിക്. യെസ്, ഇതേപോലെയുള്ള ഒരാളാണ് ആര്, 8 അനുലീൻ എന്ന് പറയുന്നത് അല്ലേ. 8 അനുലീൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 4n pi ഇലക്ട്രോൺ സിസ്റ്റമാണ്, ആൻറ്റി അരോമാറ്റിക് ആണ്. അപ്പോൾ നമുക്കറിയാം ആൻറ്റി അരോമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, അൺസ്റ്റേബിളാണ്. അപ്പോൾ ഈ അൺസ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അൺസ്റ്റെബിലിറ്റി നല്ലതാണോ, അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ ഇവരെന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, നോൺ അരോമാറ്റിക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, യെസ്, അപ്പോൾ ഇതെന്താണ്, 20 അനുലീനസ് 4n ഇലക്ട്രോൺസ് ഇസ് നോട്ട് പ്ലാനർ ആൻഡ് നോട്ട് അരോമാറ്റിക്. അപ്പോൾ എന്തായിരിക്കും, ഓപ്ഷൻ ഡി 1, 2 and 3 എന്നുള്ള ആൻസർ വരും അല്ലേ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 12, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ദ കാർബോകാറ്റയോൺ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് അല്ലേ. ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ എന്ത് എഫക്റ്റാണ്, +R എഫക്റ്റ്. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ CH3 ദാറ്റ് മീൻസ് 3 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. ഇവിടെ എന്താണ്, യെസ് 1 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ 2. അപ്പോൾ ഇൻ ടോട്ടൽ എന്തായിരിക്കും, യെസ് 6 ആൽഫ ഹൈഡ്രജൻസ് ആണ്. ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലേ, ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ.
അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇവിടെ ഏതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ? യെസ്, വൺ ഈസ് മോർ സ്റ്റേബിൾ ആസ് ലോൺ പെയർ ആൻഡ് നൈട്രജൻ ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺ ബൈ റെസൊണൻസ് അല്ലേ. യെസ്, പ്ലസ് ആർ എഫക്റ്റ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ യുവർ ഹൈപ്പർ കോൺജുഗേഷൻ. ഓക്കെ, ഓപ്ഷൻ എ. 13. What is a product obtained after hydrolysis from the reaction of enamine? Okay, enamine prepared from cyclopentanone and pyrrolidine with acrolein. മക്കളെ ഇത് ഏത് നെയിം റിയാക്ഷനാണ്? സ്റ്റോക്ക് ഈനമൈൻ അല്ലേ, സ്റ്റോക്ക് ഈനമൈൻ റിയാക്ഷനാണ് അല്ലേ. നെയിംഡ് റിയാക്ഷൻസ്, അഗെയിൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് നെയിംഡ് റിയാക്ഷൻസ് നിങ്ങൾ പഠിക്കുക. യെസ്, വളരെ ഡയറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. യെസ്, അപ്പോൾ ഈ നെയിംഡ് റിയാക്ഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. നമുക്കൊരു പേജും കൂടെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. സൈക്ലോപെൻറ്റനോൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈക്ലോപെൻറ്റനോൺ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ദിസ് ഈസ് യുവർ സൈക്ലോപെൻറ്റനോൺ. ഓക്കെ, യെസ്. ഇനി എന്താണ് പൈറോളിഡീൻ? പൈറോളിഡീൻ എന്ന് പറയുമ്പോൾ എഗെയിൻ ഇങ്ങനെ വരും അല്ലേ. യെസ്, ദിസ് ഈസ് യുവർ പൈറോളിഡീൻ. ഓക്കെ, NH. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇതാ ഇയാൾ പോയിട്ട് ആദ്യം ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. ദിസ് ബിക്കംസ് വോട്ട് O-. ഓക്കെ, അപ്പോൾ സോ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ. ഇതാ ഓക്കെ, O-. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്യാം. സോ O-, പിന്നെ എന്തായിരിക്കും? യെസ്, പൈറോളിഡീൻ അല്ലേ. പൈറോളിഡീൻ എന്ന് പറയുമ്പോൾ ഇതാ ഇതിങ്ങനെ. യെസ്, ഓക്കെ, വി ഹാവ് NH+. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ ഹൈഡ്രോളൈസ് ചെയ്താൽ മതി അല്ലേ. യെസ്, ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? O- എന്തായിക്കോളും? OH ആയിക്കോളും. ഇവിടെ എന്തായിരിക്കും? യെസ്, N ആയിക്കോളും അല്ലേ. സോ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, വീഡിയോ വേണമെങ്കിൽ ഞാൻ ഓൺ ചെയ്യാം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് പൈറോളിഡീൻ. ഓക്കെ, ലൈക്ക് ദിസ് ആൻഡ് വോട്ട്. യെസ്, ആൻഡ് ഇതേപോലെ ഞാനിവിടെ വരയ്ക്കുകയാണ് കേട്ടോ. സൈക്ലോപെൻറ്റനോണിൻ്റെ OH ആയി മാറിയിട്ടുണ്ടാവും അല്ലേ. നൗ വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ് ഇവിടെ ഒരു യെസ് വാട്ടറിൻ്റെ എലിമിനേഷൻ നടക്കും അല്ലേ. യെസ്, OHും അതേപോലെ Hഉം. യെസ്, സോ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് എൻ ഈനമൈൻ അല്ലേ. ഓക്കെ, യു വിൽ ഗെറ്റ് വോട്ട്? ഈനമൈൻ. ഓക്കെ, so you will have what? Yes, double bond over here. Okay, ഇനി ഇയാൾ എന്ത് ചെയ്യും? ദാ അക്രോലിനുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ. CH2 ഡബിൾ ബോണ്ട് CH. ഓക്കെ, CH2 ഡബിൾ ബോണ്ട് CH, പിന്നെ എന്തായിരുന്നു? CHO. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കൂടാ? ദാ ഇങ്ങനെ വരുന്നു. ദാ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. നൗ ദിസ് ഗോസ് ഹിയർ ആൻഡ് ദിസ് കംസ് ലൈക്ക് ദിസ് അല്ലേ. So you will get something like this. Okay, so you will have N. Okay, double bond. Okay, just ഞാൻ ഒരു പ്രാവശ്യം കൂടെ വീഡിയോ പോസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ സീ. ഇനി എന്തായിരിക്കും? ദാ ഇവിടെ ഇങ്ങനെ വരും അല്ലേ. യെസ്, ഓക്കെ, ഇതിവിടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ CH വരും. സിംഗിൾ ബോണ്ട് CH, CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CO- എന്നുള്ള രീതിയിലേക്ക് വരും. ഓക്കെ, നൗ ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഓക്കെ, ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇതാ ഇവിടെ എന്ത് വരും? യെസ്, സോ യു വിൽ ഗെറ്റ്. ഓക്കെ, യെസ്, യു വിൽ ഹാവ്. യെസ്, ആൻഡ് ഇവിടെ എന്തായിരിക്കും? CH2 ഇതെന്ത് ചെയ്യും? ഇതാ ഇതിങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, ആൻഡ് ദിസ് അബ്സ്ട്രാക്ട് വോട്ട്? യെസ്, H+. ഓക്കെ, സോ യു വിൽ ഹാവ് വോട്ട്? CH2 CHO. Okay, so this is your answer. Okay, CH2 CHO. ഓപ്ഷൻ A നമുക്ക് എന്തായിരിക്കും? കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇല്ലടാ, ഇതെന്താണ്? സ്റ്റോക്ക് ഈനമൈൻ റിയാക്ഷനാണ്, നെയിംഡ് റിയാക്ഷനാണ്. ഓക്കെ, യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 എന്താണ് പറയുന്നത്? ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 14 ഒന്ന് നോക്കാം. യെസ്, ഓക്കെ, എന്താണ് പറയുന്നത്? ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഇക്വിറ്റോറിയൽ കൺഫർമേഷൻ വിൽ ബി പോസിബിൾ വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഇൻ സൈക്ലോഹെക്സെയിൻ. അപ്പോൾ സൈക്ലോഹെക്സെയിൻ്റെ ചെയർ ഫോമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സൈക്ലോഹെക്സെയിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്. യെസ്, എന്താണ്? ചെയർ കൺഫർമേഷൻ അല്ലേ. ചെയർ കൺഫർമേഷനിൽ
നമുക്കറിയാം ഇവിടെ സ്റ്റെബിലിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ് ഇവിടെ ഹൈഡ്രജൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാകും? യെസ്, 1,3 ഡൈ ആക്സിയൽ ഇൻറ്ററാക്ഷൻ ഉണ്ടാകും അല്ലേ? 1,3 ഡൈ ആക്സിയൽ ഇൻറ്ററാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്ററാക്ഷൻ കാരണം ഇതെന്തായിരിക്കും? യെസ്, ദിസ് ബിക്കംസ് വോട്ട് അൺസ്റ്റേബിൾ അല്ലേ? യെസ്. അപ്പോൾ ബൾക്കിയർ ഗ്രൂപ്പ് എന്തായിരിക്കും ഇവിടെ? ഓക്കെ, ബൾക്കിയർ ഗ്രൂപ്പ് എന്തായിരിക്കും? ബൾക്കിയർ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഈ 1,3 ഡൈആക്സിയൽ ഇൻട്രാക്ഷൻ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ? ബൾക്കിയർ ഗ്രൂപ്പ് പ്രിഫേഴ്സ് വിച്ച് പൊസിഷൻ? ഫേഴ്സ്റ്റ് ഇക്വറ്റോറിയൽ പൊസിഷൻ. ഓക്കെ, പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെയുള്ളതിൽ ഏറ്റവും ബൾക്കിയർ ആയിട്ടുള്ളത് ആരാണ്? യെസ്, ആരാണ്? ടേഴ്ഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ ഈ ടേഴ്ഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ലെറ്റ്സ് സേ ഇതാ ഞാൻ പറയുകയാണ്. ഓക്കെ, ഇതാ ഈ ടേഴ്ഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഇതാ ഇങ്ങനെ ഇവിടെയാണെങ്കിൽ ഇത് വളരെ വലിയൊരു ബൾക്കിയർ ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 1,3 ഡൈആക്സിയൽ ഇൻട്രാക്ഷൻ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? യെസ്, ദിസ് പ്രിഫേഴ്സ് വിച്ച് പൊസിഷൻ? യെസ്, ഇക്വറ്റോറിയൽ പൊസിഷൻ. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഇക്വറ്റോറിയൽ കൺഫർമേഷൻ വിൽ ബി പോസിബിൾ വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ്? ഏതാണ്? ടേഴ്ഷറി ബ്യൂട്ടൈൽ ബൾക്കിയർ ഗ്രൂപ്പ്. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 14C. Now 15. Identify the major product in the given below. MCPBA അല്ലേ? MCPBA എന്തിനാണ് മക്കളെ? ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ യെസ് എപ്പോക്സിഡേഷന് യൂസ് ചെയ്യുന്നതാണ് അല്ലേ? എപ്പോക്സിഡേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. MCPBA ഈസ് ആൻ ഇലക്ട്രോഫിലിക് എപ്പോക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ? ഇലക്ട്രോഫിലിക് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തായിരിക്കും? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് MCPBA അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ലെറ്റ്സ് സേ ഇപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ഉണ്ടെങ്കിൽ MCPBA കൊടുത്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? എന്തായിരിക്കും? എപ്പോക്സൈഡാണ്. അതിന് ഒരു കുഴപ്പമില്ല അല്ലേ? CH2 ഇങ്ങനെ ഒരു എപ്പോക്സൈഡ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിയേ. യെസ്, ഒരു പേജും കൂടെ നമുക്ക് എടുക്കാം അല്ലേ? യെസ്, ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? ഇവിടെ നോക്കിയേ. യെസ്, വി ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു 2 ഡബിൾ ബോണ്ട് ഉണ്ട്. ആൻഡ് ഇതിൽ ഏത് ഡബിൾ ബോണ്ട് MCPBA അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഇവിടെ എന്തുണ്ട്? ഒരു എസ്റ്റർ ഗ്രൂപ്പ് പ്രസൻറ്റാണ് അല്ലേ? ആൻഡ് ഇതെന്താണെടാ? ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടാകും? യെസ്, ഇവിടെ കോൺജുഗേഷൻ ഉണ്ടാകും. വിച്ച് മീൻസ് ഇതെന്താണ്? യെസ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും അല്ലേ? ഡെഫിഷ്യൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു MCPBAക്ക് ആരെയാണ് ഇഷ്ടം? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു ഡബിൾ ബോണ്ടിനെയാണ്. അപ്പോൾ ഇയാൾ പോയിട്ട് MCPBA അറ്റാക്ക് ചെയ്യും. ഓക്കെ, യെസ്, പ്രിഫറൻഷ്യലി. അപ്പോൾ നമുക്ക് സിംപ്ലി നമ്മുടെ ആൻസർ എന്ത് കിട്ടും? യെസ്, ഇത് ഇങ്ങനെ. ഓക്കെ, വി ഹാവ് OCH3 ആൻഡ് വോട്ട് നമുക്ക് ദാ. ഓക്കെ, വിൽ ഹാവ് എപ്പോക്സൈഡ് ലൈക്ക് ദിസ്. സോ നമ്മുടെ ഓപ്ഷൻ എ അല്ലേ? ദാ ഈ ഒരു ആൻസർ ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, 15A. ഓക്കെ, നൗ 16. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ക്യാൻ റൊട്ടേറ്റ് PPL എന്നാണ് ചോദിച്ചിരിക്കുന്നത്. PPLനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒപ്റ്റിക്കലി എന്തായിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ. ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഒരു POS പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്തായി? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഓക്കെ, എന്നാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇങ്ങനെ ഒരു പ്ലെയിൻ ബോൾ, ഒരു മിറർ അല്ലേ? ഒരു POS കാണാൻ പറ്റും. അപ്പോൾ ഇയാളെ റിഫ്ലക്റ്റ് ചെയ്തോളും, ഇയാളെ റിഫ്ലക്റ്റ് ചെയ്യും, ഇത് ഡൈസെക്റ്റ് ചെയ്തോളും. ഓക്കെ, ഇനി ഇതാണെങ്കിലോ ഇതാ ഈ ഹൈഡ്രോക്സൈഡിനെ OH ഗ്രൂപ്പിനെ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രാവശ്യം കൂടെ നമുക്ക് വരക്കാം. സിമ്പിളാണ് അല്ലേ? ഇതാ ഈ OHനെ കട്ട് ചെയ്തുകൊണ്ട് ബൈസെക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലെയിൻ. ഓക്കെ, എഗെയിൻ ഇവിടെ എന്തായിരിക്കും? ഇയാളെ റിഫ്ലക്റ്റ് ചെയ്യും, ഇയാളെ റിഫ്ലക്റ്റ് ചെയ്യും, ഈ OHനെ എന്ത് ചെയ്യും? യെസ്, സ്വാഭാവികമായിട്ടും ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ 1, 2 ആൻഡ് വോട്ട് 4. ഓക്കെ, POS പ്രസൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. അതേസമയം ഇതാ ഈ ഒരു കോമ്പൗണ്ടിൽ യെസ്. ഓക്കെ, യെസ്, ഇവിടെയാണ് അല്ലേ? ഇവിടെ POS പ്രസൻ്റ് ആണോ? അല്ല. ഇങ്ങനെ ഇതാ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ
യെസ്, ഇവർ റിഫ്ലക്റ്റ് ചെയ്യോ? ഇല്ല. ഓക്കെ, സുപ്പിയർ ഇസ് നോട്ട് പ്രസൻറ്റ്. അതുകൊണ്ട് തന്നെ ഇവർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? ഓപ്ഷൻ 3. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? യെസ്, ബി 3 എന്ന് വരും. 17. Given below the structure of testosterone, the number of chiral centers and the number of stereoisomers in the following molecule എന്നാണ് ചോദിച്ചത്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൈറാൽ സെൻറ്റേഴ്സിനെ കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇതാ 1, ഓക്കെ, 2, 3, ഓക്കെ, 4 ആൻഡ് ദെൻ വോട്ട് 5. ഓക്കെ, 5 ആയിരിക്കും നമ്പർ ഓഫ് സ്റ്റീരിയോജനിക് സെൻറ്റേഴ്സ്. അപ്പോൾ എന്തായിരിക്കും നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഇസ് ഈക്വൽ ടു 2⁵, ദാറ്റ് ഈസ് 32. ഓക്കെ, 5 ആൻഡ് 32. ഓപ്ഷൻ ഡി കറക്റ്റായിട്ട് വരും അല്ലേ. യെസ്. 18. ദ ഡൈൻ ഗിവൺ ബിലോ. ആദ്യമായിട്ട് ഇവരുടെ നോമൻക്ലേച്ചർ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെയാണ് മക്കളെ OH ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? 1, 2, 3, 4, 5, 6 ആൻഡ് 7. കാരണം ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി ആരാണ്? OH ആണ് അല്ലേ. അപ്പോൾ OHന് ലീസ്റ്റ് നമ്പർ വരുന്ന രീതിയിലുള്ള ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 2E എന്നൊക്കെ പറയുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻസ് എവിടെയാണ്? പല കുട്ടികളും ഇത് തെറ്റായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്പർ എവിടെ നിന്ന് ചെയ്യും? 1, 2, 3, 4, 5 അതേപോലെ തന്നെ ഇങ്ങനെ നമ്പർ ചെയ്യും അല്ലേ. അപ്പോൾ 2ഉം 4 ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയാണോ നമ്പർ ചെയ്യേണ്ടത്? അല്ല. ഓക്കെ, നമ്പറിങ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് carrying carbon should get the least number. ഓക്കെ, അപ്പോൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ 1, 2, 3, 4, 5, 6 ആൻഡ് 7. അപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ 3ഉം ഏതുമാണ്? 5ഉമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 5 വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. 5ൽ ഹൈഡ്രജൻ എന്താണ്? സിമിലർ പൊസിഷനിലാണ്. അപ്പോൾ എന്തായിരിക്കും? 5 സെറ്റാണ്. ആൻസർ കിട്ടിക്കഴിഞ്ഞു. 5 സെറ്റാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, സൂസമെൻ ആണ്, സെയിം സൈഡാണ്. ഓക്കെ, യെസ്, സൂസമെൻ അല്ലേ. ഇനി നിങ്ങൾക്ക് EZRS നോമൻക്ലേച്ചർ അറിയത്തില്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അതേപോലെ 3ൽ നോക്കുകയാണെങ്കിലോ, 3ൽ നിങ്ങൾ നോക്കി എങ്ങനെയായിരിക്കും? ജസ്റ്റ് നമ്പർ ചെയ്താൽ മതി അല്ലേ. ഇവിടെ എന്തായിരിക്കും? ഏതിനാണ് പ്രയോറിറ്റി കൂടുതൽ? യെസ്, ഇതാണ് പ്രയോറിറ്റി 1. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ്? കാർബണിന് ശേഷം ഓക്സിജനാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് ഇവരാണ്. ഓക്കെ, യെസ്, ഇവിടെ ഹൈഡ്രജനാണ്. അപ്പോൾ പ്രയോറിറ്റി കൂടുതൽ എന്താണ്? ഓപ്പോസിറ്റാണ്. അപ്പോൾ എന്തായിരിക്കും? 3E. സിംപ്ലി ദാറ്റ് ഈസ് 18C. ഓക്കെ, ഇനി 19. ദ പ്രൊഡക്റ്റ് ഇൻ ദി ഗിവൺ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഫോട്ടോ കെമിസ്ട്രി അല്ലേ, ഫോട്ടോ കെമിസ്ട്രി ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ സ്ട്രക്ചർ കാണുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേ ഈ സ്ട്രക്ചർ ഒന്നും തന്നെ ഇതൊന്നും തന്നെ ഒന്നുമല്ല അല്ലേ. യെസ്, ഇതെന്താണെടാ? ഡൈപ്പൈ മീഥൈൻ റീഅറേഞ്ച്മെൻ്റ് ആണ്. ഡൈപ്പൈ മീഥൈൻ റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ഒരു സെഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡൈപ്പൈ മീഥൈനൊക്കെ എപ്പോഴും ചോദിച്ചു വരുന്നൊരു കാര്യമാണ്. എന്താണ് ഈ ഡൈപ്പൈ മീഥൈൻ റീഅറേഞ്ച്മെൻറ്റ്? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് പറയാം. ഡൈപ്പൈ മീഥൈൻ റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കോളൂ എന്താണ് സംഭവം. ഇങ്ങനെ വരും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഒരു 1, 2, 3, 4. ഓക്കെ, ഒരു 1,4 ഡൈന് നമുക്ക് പ്രസൻ്റ് ആയിരിക്കും. 1,4 ഡൈൻ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവരെ കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലേ. ഇവിടെ എന്തായിരിക്കും? ഒരു അൺസാച്ചുറേറ്റഡ് കാർബണും ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ യെസ്, സൺലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്ത് സംഭവിക്കും? ഇവിടെ റാഡിക്കലൈസേഷൻ നടക്കും. അപ്പോൾ ഇങ്ങനെ വരും അല്ലേ. യെസ്, ഓക്കെ, റാഡിക്കലൈസേഷൻ നടന്നിട്ട് ഇങ്ങനെ വരും അല്ലേ. ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, ഇനി എന്ത് സംഭവിക്കൂടാ? ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്പർ ചെയ്യുകയാണേ. 1, 2, 3, 4 ആൻഡ് ദെൻ 5. ഓക്കെ, എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഈ 2ഉം 4ഉം തമ്മിൽ, ഈ 2ഉം അതേപോലെ 4ഉം തമ്മിൽ എന്ത് സംഭവിക്കും? യെസ്, ഇങ്ങനൊരു ബോണ്ട് ഫോം ചെയ്യും.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2ഉം 4ഉം ബോണ്ട് ഫോം ചെയ്താൽ ജസ്റ്റ് വീഡിയോ ആയിരുന്ന് പോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടൂടാ? ഇതാ ഇങ്ങനെ വരുന്നു, ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, ഇതാ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു റിംഗ് സ്ട്രക്ചർ കിട്ടും അല്ലേ, വിത്ത് എ റാഡിക്കൽ ഹിയർ. ഓക്കെ, ഇവിടെ ഒരു റാഡിക്കൽ. അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ഇവിടെ നോക്കിയേ. ഇനി ഇതാ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ ഒരു ആളെ പിന്നെയും റാഡിക്കലൈസേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാ ഇവിടെ റാഡിക്കൽ ഫോം ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് ചെയ്യും? ഡബിൾ ബോണ്ട് കിട്ടും. ഓക്കെ, ഇനി എന്തായിരിക്കും? ഇതാ ഇവിടെ ഇങ്ങനെ ഒരാൾ ജസ്റ്റ് നമ്പർ ഇട്ട് തന്നെ കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. 1 2 3 4 5. അപ്പോൾ ഈ 1ഉം 2ഉം കൂടെ ഇവിടെ ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ 2ഉം 4ഉം തമ്മിൽ ഇതുണ്ട്. അതേപോലെ ഇതാണ് 1 2. ഓക്കെ, ഈ 2 ഇവിടെയാണ്, ഇതാണ് 4. ഓക്കെ, 4. ഇനി ഇവിടെ എന്തുണ്ട്? നമ്മുടെ 5 ഉണ്ട്. 4നോട് അറ്റാച്ച് ആയിട്ട് ആരുണ്ട്? ഓക്കെ, 4നോട് അറ്റാച്ച് ആയിട്ട് ആരുണ്ട്? നമ്മുടെ 5. ഓക്കെ, 5ൽ എന്തുണ്ട്? ഒരു റാഡിക്കൽ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ 4നോട് അറ്റാച്ച് ആയിട്ട് ആരുണ്ട്? ഒരു 3 ഉണ്ട് അല്ലേ. 3ൽ ഇതാണ് 3. അപ്പോൾ ഇവിടെയും റാഡിക്കൽ. അപ്പോൾ ഇവരെന്തായിക്കോളും? ഇവർ എന്ത് ചെയ്യും? ഈ റാഡിക്കലും എന്ത് ചെയ്യും? ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ബേസിക്കലി ദാ ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? ദാ ഇങ്ങനെ ഒരു വിനൈൽ സൈക്ലോപ്രൊപ്പൈൻ റിങ് ഫോം ചെയ്യും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ഒരു സൈക്ലോപ്രൊപ്പൈൻ റിങ്ങും അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് എന്തുണ്ടാവും? ഒരു ഡബിൾ ബോണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ഇതേ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ നിങ്ങൾ. ദാ 1 2 3 4 5. ഓക്കെ, 1 4 ഡൈനും അതേപോലെ ഒരു സാച്ചുറേറ്റഡ് കാർബണും. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? സെയിം കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്തായിരിക്കും? ഒരു വിനൈലും ഇതാ ഒരു സൈക്ലോപ്രൊപ്പൈൻ, ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ്. ഈ സബ്സ്റ്റിറ്റ്യൂവൻ്റാണ് മക്കളെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഈ CH3, ഈ 1 2ലുള്ള CH3യും ഇതാ ഇവിടെയുള്ള ഈ CH3 അതേപോലെ കാണുന്നുണ്ട്. അതേപോലെ ഒരു വിനൈൽ. ഓക്കെ, വിനൈൽ സൈക്ലോപ്രൊപ്പൈൻ റിംഗ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, സിംപ്ലി നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ എ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ആൻഡ് ഫൈനലി ദ സ്ട്രക്ചേഴ്സ് ഓഫ് 1 2 and 3. ഓക്കെ, ഇത് കഫീൻ്റെ സ്ട്രക്ചറാണെന്ന് നമുക്ക് അറിയണം മക്കളെ. കഫീൻ്റെ സ്ട്രക്ചർ. ഇനി അത് അറിയത്തില്ലെങ്കിൽ ഇത് നിങ്ങൾക്കറിയാം. ഇതെന്താണ്? പ്യൂരിൻസ് ആണ് അല്ലേ. അഡിനിൻ എന്ന് പറയുന്നതും അതേപോലെ ഗ്വാനിൻ എന്ന് പറയുന്നതും എന്താണ്? പ്യൂരിൻസ് ആണ്. ഓക്കെ, പ്യൂരിൻസ്. ഓക്കെ, അപ്പോൾ കാർബണൈൽ ഉണ്ടെങ്കിൽ, ഓക്കെ നമുക്കറിയാം കാർബണൈൽ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഗ്വാനിനാണ് അല്ലേ. അപ്പോൾ 3 എന്ന് പറയുന്നത് എന്താണ്? ഗ്വാനിനാണ്. ഓക്കെ, 2 എന്ന് പറയുന്നത് എന്താണ്? അഡിനിനാണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? ഓപ്ഷൻ എ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു 20 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, ഇനോർഗാനിക്കും ഓർഗാനിക്കും. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ 2 ടോപ്പിക്കുകളും പഠിക്കുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും നമ്മുടെ കോഴ്സുകളിൽ എൻറോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെ പ്രിപ്പറേഷൻസ് നടക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.